ഷാഹി കബീർ പ്ലസ് പോലീസ് സ്റ്റോറി അത് വേറെ ലെവൽ കോമ്പിനേഷൻ ആണ്. ആ ഒരു കോമ്പിനേഷൻ ആണ് ഉന്മാദം എന്ന് പറയുന്ന ഈ ഒരു സിനിമ കാണാനുള്ള മെയിൻ റീസണും. ആൻഡ് സിനിമ കണ്ടു നോക്കിയപ്പോൾ ഷാഹി കബീറിന്റെ ഫിലിമോഗ്രഫിയിൽ തന്നെ ഏറ്റവും വീക്കസ്റ്റ് സ്ക്രീൻ പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, അടിപൊളിയാണ്. സിനിമ കണ്ടു തുടങ്ങിയപ്പോഴും ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓക്കെ ഇത് എങ്ങനെ ഒരു മുന്നോട്ട് കൊണ്ടുപോകും, ഇത് എങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയിൽ അതുവരെ സംസാരിച്ചു വരുന്ന എലമെന്റ്സ് എങ്ങനെ ഒരു കണക്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലോട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു, അടിപൊളിയായിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് വരെ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രോ പോർഷൻ വരെ ഓരോ സീനും അതിന്റെ സ്റ്റേജിങ്ങും അല്ലെങ്കിൽ ഓരോ എലമെന്റ്സിന്റെ കണക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതിന്റെ ഒരു ബാക്ക് സ്റ്റോറിയും എല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടും വളരെ എൻഗേജിംഗ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഇന്റർവൽ പോർഷൻ ആകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തോട്ട് വരും, നമ്മൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോണ വേറെ ലെവൽ ഐറ്റമാണ്. അങ്ങനത്തെ രീതിക്കാണ് ആ ഒരു എൻ്റയർ ഫസ്റ്റ് ഹാഫ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ഓരോ സീനിന്റെ സ്റ്റേജിങ് ആയാലും അല്ലെങ്കിൽ ഈ സിനിമ മെയിൻലി സംസാരിക്കുന്ന കോൺസെപ്റ്റിൽ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉണ്ട്, അതിന്റെ ഒരു പ്രസന്റേഷൻ ആയാലും അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിലിംഗ് ആയാലും എല്ലാം ടോപ്പ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഹൈപ്പ് ടോട്ടലി ബ്രേക്ക് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം സെക്കൻഡ് ഹാഫിൽ അങ്ങനെ എടുത്തു പറയാനായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ഇവന്റ്സ് ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്, പക്ഷെ അതിനൊന്നും ഒരു വലിയ ഇമ്പാക്ട് ഇവിടെയും കിട്ടുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു സിനിമ സംസാരിക്കുന്ന ഒരു മെയിൻ കോൺസെപ്റ്റിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, അതാണ് സിനിമയുടെ ബാക്ക് ബോൺ. അത് ശരിക്കും സംസാരിക്കുന്ന സിനിമയുടെ ഒരു ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ആണ്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു പോയിന്റിന് മുന്നേ കാണിക്കുന്ന ഇവന്റ്സിനോ ക്യാരക്ടേഴ്സിനോ ഒന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, ചുമ്മാ റാൻഡം ആയിട്ട് കുറെ സ്റ്റഫ് ഇങ്ങനെ കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് ഹാഫിന്റെ എൻഡിങ് വേറെ ലെവലായിട്ടാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അത് ഭയങ്കര രീതിയിലുള്ള ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് എന്ത് നടക്കും, എങ്ങനെയായിരിക്കും ഇത് പോകുന്നത്, അല്ലെങ്കിൽ ഇത് എൻഡ് എങ്ങനെയായിരിക്കും എന്നൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് എന്നിട്ടാണ് ആ ഒരു ഫസ്റ്റ് ഹാഫ് നിൽക്കുന്നത്. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയ ഒരു ഫീൽ ആയിരുന്നു. അതും ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫിൽ സംസാരിക്കുന്ന ആ ഒരു സ്റ്റോറിയുടെ ഇൻവെസ്റ്റിഗേഷൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കാണിക്കുന്നത് പോലും ഒരു ക്ലാരിറ്റി ഇല്ല. പെട്ടെന്ന് കുറെ ആൾക്കാർ കയറി വരുന്ന, ഒരുപാട് ഇവന്റ്സ് നടക്കുന്നു, കേസ് സോൾവ് ആവുന്നു. ഇങ്ങനെയാണ് കൊണ്ട് എൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രോപ്പർ എൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്റ്റേജിങ്ങോ സെക്കൻഡ് ഹാഫിൽ ഞാൻ എവിടെയും കണ്ടില്ല. സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി സിനിമ നല്ലൊരു ഡൗൺ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഓവറോൾ ഈ സിനിമ ഒരു ഓക്കെ ഫീൽ ആണ്. അതിനപ്പുറത്തേക്ക് വലിയൊരു അടിപൊളി എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് പറയാനില്ല. ആൻഡ് ഈ ഒരു മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഒരു സിനിമയുടെ കോൺസെപ്റ്റ് ആണ്, മറ്റത് ചാക്കോച്ചന്റെ പെർഫോമൻസ് ആയിരുന്നു. കോൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ കോൺസെപ്റ്റ് ആണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ഉണ്ട്, ആ ഒരു കേസ് ഫയൽ ആരും തൊടത്തില്ല. ഇൻ കേസ് ആ ഒരു കേസ് ഫയൽ ആരെങ്കിലും തൊടുന്ന ഓഫീസറിനോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷനിലുള്ള മറ്റുള്ള ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷനിൽ തന്നെ ഒരു വലിയ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചാക്കോച്ചന്റെ ക്യാരക്ടറായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ വരുന്നതും പിന്നീട് അവിടെ നടക്കുന്ന ഇവന്റ്സ് ആണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. കോൺസെപ്റ്റ് ഒക്കെ അടിപൊളിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ആ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് വരുന്നതൊക്കെ നൈസ് ആയിരുന്നു. പക്ഷെ സ്ക്രീൻ പ്ലേസ് നോക്കുവാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് അവർ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ഐഡിയ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ പിന്നീട് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എൻഡ് ചെയ്യണമെന്നോ ഒരു പ്രോപ്പർ ഐഡിയ ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ആ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് ചാക്കോച്ചന്റെ പെർഫോമൻസ് തന്നെയാണ്. ഒരു രക്ഷയില്ല, കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതിൽ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ മൂപ്പര് ഒന്ന് കിളി പോയതുപോലെ നിൽക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്, അവിടുത്തെ പെർഫോമൻസ് ഒക്കെ കിടിലമായിരുന്നു. ആൻഡ് ഷാഹി കബീറിന്റെ മൂവീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം കിടിലമാണ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ മൂവീസും അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ ഒരേ കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ട കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് മടുക്കും. അതിലൊരു കാര്യമാണ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ആദ്യമൊക്കെ നൈസ് ആയിരുന്നു, പക്ഷെ പിന്നീട് അത് ഇങ്ങനെ കണ്ടുകൊണ്ട് വരുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ മടുക്കും. സോ അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡ് എടുത്തു പറയണം. സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും CG ആയാലും സൗണ്ട് എഫക്ട്സ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. അതിൽ എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി ആൻഡ് മ്യൂസിക് ഒരു രക്ഷയില്ല, കിടിലായിരുന്നു. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന അർജുൻ സേതുവാണ്, കിടിലം ഫ്രെയിംസ് ആയിരുന്നു എൻ്റയർ മൂവിയിൽ. ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്ന മജീദാണ്, പറയേണ്ട കാര്യമില്ല, കിടിലം. അതിൽ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ ഒരു ട്രാക്ക് വരുന്നുണ്ട്, അതൊക്കെ നൈസ് ആയിരുന്നു. സോ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. ഓവറോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. അത്ര ഒരു ഇമ്പാക്ട് ഒന്നും സിനിമയോ സ്റ്റോറി ടെല്ലിങ്ങോ ഒന്നുമല്ല. കോൺസെപ്റ്റ് അടിപൊളിയാണ്, പക്ഷെ എൻ്റെ സ്ക്രീൻ പ്ലേസ് നോക്കുമ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു മൂവിയാണ്. സോ എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.